അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയമിലെ 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ 2025 വർഷത്തിലുണ്ടായ ചോദ്യം പേപ്പറാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉപകരിക്കും. എന്തെങ്കിലും അറിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. 80 മാർക്കിലാണ് ഉണ്ടായത്. ആദ്യത്തേത് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ റൈറ്റ് അടയാളപ്പെടുത്തുക. സ്ക്രീനിൽ കാണുന്നല്ലേ, ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ റൈറ്റ് അടയാളപ്പെടുത്തുക. 1. ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ. ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ. ഉത്തരം 50ഓളം. അവിടെ ഓപ്ഷൻ 30ഓളം, 40ഓളം, 50ഓളം എന്നുണ്ട്. ഉത്തരം 50ഓളം ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുണ്ട്. 2. വഹാബി മൂവ്മെൻറ്റിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നു. വഹാബി മൂവ്മെൻറ്റിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നു പണ്ഡിതന്മാർ. അതാണ് ഉത്തരം. ഓപ്ഷൻ നോക്കി, സയ്യിദുന്മാർ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ. അതിൽ വഹാബി മൂവ്മെൻറ്റിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നത് പണ്ഡിതന്മാരാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിച്ചത്. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിച്ചത് മുസ്ലിംകൾ. അതാണ് ഉത്തരം. ഇന്ത്യക്കാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിംകൾ എന്നുണ്ട്. അതിൽ ഉത്തരം ഏത്? മുസ്ലിംകളാണ്. മലബാർ സമരം നടന്നത് 1921. ഇനി ചരക്ക് എന്ന അർത്ഥം വരുന്ന അറബി പദം തിജാറത്തുൻ ബിളാഅത്തുൻ കരീമുൻ. അതിൽ ചരക്ക് എന്ന അർത്ഥം വരുന്ന അറബി പദം ബിളാഅ. അറബി രാഷ്ട്രങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ കുറച്ച് നാട്ടിൻ്റെ പേരുണ്ട്. അതിൽ അറബി രാഷ്ട്രങ്ങളിൽപ്പെട്ടതാണ് ഒന്ന്. ഏത്? ഇറാഖ്, തുർക്കി, അമേരിക്ക. ഇതിലെ അറബി രാഷ്ട്രങ്ങളിൽപ്പെട്ടതാണ് ഏത്? ഇറാഖ്. ചേരുംപടി ചേർക്കുക. അസ്സയ്യിദ് മുർത്തള സുബൈദി അവർക്കുള്ള കിതാബ് ഏത്? താജുൽ അറൂസ്. അസ്സയ്യിദ് മുർത്തള സുബൈദി താജുൽ അറൂസ്. അസ്സീറത്തുൽ ഹലബിയ നൂറുദ്ദീനുൽ ഹലബി. അസ്സീറത്തുൽ ഹലബിയ നൂറുദ്ദീനുൽ ഹലബി. ഫലൗലൽ ഇൽമു മാ സഇദത് റിജാൽ. ഫലൗലൽ ഇൽമു മാ സഇദത് റിജാൽ. അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമരസേനാനി. സ്വാതന്ത്ര്യ സമരസേനാനിയാണ് അബുൽ കലാം ആസാദ്. ഇനി ചെമ്പ്രശ്ശേരി തങ്ങൾ മലബാർ സമരം. മലബാർ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ചെമ്പ്രശ്ശേരി തങ്ങൾ. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഏറ്റവും പഴക്കമുള്ള അറബി മലയാള കൃതി മുഹിയുദ്ദീൻ മാലയാണ്. ആരും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഏറ്റവും പഴക്കമുള്ള അറബി മലയാള കൃതി മുഹിയുദ്ദീൻ മാലയാണ്. 2. കാന അക്റമുന്നാസി ഖുലുഖൻ വ അഹ്സനഹും അദബ. 3. മാപ്പിള ലഹള എന്ന ഡാഷിനെ മുദ്രകുത്തപ്പെട്ടു. മാപ്പിള ലഹള എന്ന മലബാർ സമരത്തെ ബ്രിട്ടീഷുകാർ എന്ത് മുദ്രകുത്തി പരിഹസിച്ചു? മാപ്പിള ലഹള എന്ന മുദ്രകുത്തി അല്ലേ. 4. ഫഹുവല്ലദി തമ്മ മഅനാഹു വസൂറത്തുഹു
ثم اصطفاه حبيبا بارئ النسم يعني فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم. അഞ്ചാമത്തത് ഡാഷ് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് മതനിരാസം, വഹാബിസം. ഉസ്മാനികളുടെ കാലത്ത് പുഷ്ടി പ്രാപിച്ചു എന്ത്? അറബി ഭാഷയും സാഹിത്യവും. ഉസ്മാനികളുടെ കാലത്ത് അറബി ഭാഷയും സാഹിത്യവും പുഷ്ടി പ്രാപിച്ചു. ഇനി ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. ഖിലാഫത്ത് അവസാനിച്ച വർഷം 1924. 1924. 2. അശ്ശൈഖു അലി ഇബ്നു ഹുസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു രചിച്ച കിതാബ് ഏത്? കൻസുൽ ഉമ്മാൽ. സ്ത്രീകളുടെ മാറുമറക്കാൻ തുടങ്ങി എന്നത് ഏത് തരം വളർച്ചയാണ്? സാംസ്കാരിക വളർച്ച. സമാധാനം വർഷിക്കും, കാരുണ്യം അവരെ മൂടും. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നവർ. ഇസ്ലാമിക നഗരങ്ങളാകെ തകർക്കപ്പെട്ടത് ഏത് പടയോട്ടത്തിൽ? മംഗോളിയൻ ഭരണാധികാരി ചെങ്കിസ് ഖാനും മരണശേഷം പൗത്രൻ ഹുലാക്കു ഖാനും നടത്തിയ പടയോട്ടത്തിൽ. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ഏത് മദ്ഹബിൻ്റെ പണ്ഡിതനായിരുന്നു? ഷാഫി മദ്ഹബ്. ഒറ്റവാചകത്തിൽ ഉത്തരമേതുക. എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ നബിയേ, എങ്ങനെയാണ് എന്നെ കരയിപ്പിക്കാതിരിക്കുക? അങ്ങയുടെ പാർശ്വഭാഗത്ത് പായയുടെ അടയാളമുണ്ടായിരിക്കുന്നു. ഞാൻ കണ്ടതല്ലാതെ അങ്ങയുടെ വീട്ടിൽ മറ്റൊന്നും ഇല്ല. ഞാൻ എങ്ങനെ കരയാതിരിക്കട്ടെ? ഇനി 2. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്തു. അപ്പോൾ എന്നോട് ചേ എന്ന വാക്ക് പോലും പറഞ്ഞില്ല. നീ എന്തിനത് ചെയ്തു, നീ എന്തിനത് ചെയ്തില്ല എന്ന് എന്നോട് ചോദിച്ചിട്ടേയില്ല, പറഞ്ഞിട്ടേയില്ല. 3. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമായ സ്വഭാവമുള്ളവരായിരുന്നു. അക്രമന്നാസി ഖുൽഖ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമായ സ്വഭാവമുള്ളവരായിരുന്നു. 4. മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കി എന്തിന്, എപ്പോൾ? മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കിയത് എന്തിന്? മതപഠനം സുഗമമാകാൻ. എപ്പോൾ? മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപി ഇല്ലാത്ത കാലത്ത്. 5. മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സയ്യിദുന്മാരിൽ 3 പേർ. അസ്സയ്യിദ് ഖാജ മൊഈനുദ്ദീൻ ചിശ്തി അജ്മീരി, അസ്സയ്യിദ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി അദ്ദഹ്ലവി, അസ്സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ഏർവാടി റളിയല്ലാഹു അൻഹു. 6.
ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ഷഫാഅ. ഈ ബൈത്തിൻ്റെ ഇതിൻ്റെ ആശയം എഴുതുക. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, സ്വാലിഹീങ്ങളിൽ പെട്ടവരല്ല എങ്കിലും അവർ ഇഷ്ടപ്പെടുന്നത് അവർ മുഖേന എനിക്ക് ഷഫാഅത്ത് ലഭിച്ചേക്കാം, അവരുടെ ഷഫാഅത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് അവരുടെ ഷഫാഅത്ത് ലഭിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനായിട്ടല്ല. മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ത്? മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ത്? ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവും ഉണ്ടാവുക. ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവും ഉണ്ടാവുക. ഇത് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇനി കുറിപ്പെഴുതുക. ബ്രിട്ടീഷ് അധിനിവേശവും രാജ്യത്തിൻ്റെ പ്രതിരോധവും. പാശ്ചാത്യരുടെ അധിനിവേശം ഇന്ത്യ ചരിത്രത്തിൽ കറുത്ത അധ്യായമായിരുന്നു. കച്ചവടക്കാരായി ഇന്ത്യയിലെത്തിയ അവർ അവസാനം രാജ്യത്തെ അടിമപ്പെടുത്തി. അധിനിവേശം തുടങ്ങി അധികം വൈകാതെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു. രാജ്യത്ത് എല്ലാ ജനങ്ങളും അതിൽ പങ്കാളികളായി. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, സുഭാഷ് ചന്ദ്ര ബോസ്, മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ മുമ്പന്തിലുണ്ടായിരുന്നു. ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്ഭവ പശ്ചാത്തലം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്ഭവ പശ്ചാത്തലം 1921 കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട വഹാബി മൂവ്മെൻറ്റ് കേരള മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തു. മുസ്ലിങ്ങളെ കാഫിറുകളും മുശ്രിക്കുകളുമായി ചിത്രീകരിച്ചു. വഹാബികൾ മഹാന്മാരെ അധിക്ഷേപിക്കുകയും മുസ്ലിങ്ങളുടെ ധാർമ്മിക ബോധം ബലഹീനമാക്കുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വരികയും തത്ഫലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമാവുകയും ചെയ്തു. വറക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു ഇതിൻ്റെ പ്രഥമ പ്രസിഡൻറ്റ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല നാഫിയായ ഉലൂമുകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്കടിക്കുക. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി